Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഇന്ധനത്തിന്റെയും വിമാന ടിക്കറ്റുകളുടെയും നിരക്കുകൾ കുറഞ്ഞതിനെ തുടർന്ന് യുകെയിലെ പണപ്പെരുപ്പം 3.4% കുറഞ്ഞു. ഭക്ഷണത്തിന്റെയും ഫർണിച്ചറുകളുടെയും വില വർധനവിനെ പിടിച്ചു നിർത്തുവാൻ പണപ്പെരുപ്പം കുറയുന്നത് വിമാന നിരക്കുകളിലും പെട്രോൾ വിലയിലും ഉണ്ടായ ഇടിവാണ് കാരണമായത്. ഏപ്രിൽ മാസത്തിൽ 3.5% എന്ന നിരക്കിൽ നിന്നാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കുറഞ്ഞത്. വ്യാഴാഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്കുകൾ നിർണ്ണയിക്കുന്നതിനുള്ള അവലോകന യോഗം നടക്കാനിരിക്കെയാണ് പണപ്പെരുപ്പ നിരക്കുകളെക്കുറിച്ചുള്ള നിർണായക വിവരം പുറത്തുവന്നത്. പണപ്പെരുപ്പ നിരക്ക് നേരിയ രീതിയിൽ കുറഞ്ഞെങ്കിലും പലിശ നിരക്കുകൾ 4.25% നിരക്കിൽ മാറ്റമില്ലാതെ തുടരും എന്നാണ് കരുതപ്പെടുന്നത്. പണപ്പെരുപ്പ നിരക്ക് കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നു. എന്നിരുന്നാലും നേരിയ കുറവ് മാത്രമാണ് പണപ്പെരുപ്പത്തിൽ വന്നിരിക്കുന്നത്. പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രഖ്യാപിത ലക്ഷ്യം 2%. സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാണെന്ന സമീപകാല ഡേറ്റ പുറത്തു വന്നിരുന്നു. ഇതുമൂലം കടം വാങ്ങുന്നതിനുള്ള ചെലവ് കുറയ്ക്കുവാൻ സെൻട്രൽ ബാങ്കിന്മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള പാദത്തിൽ വേതന വളർച്ച കുറയുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ നാളുകളായി സാമ്പത്തിക പ്രശ്നത്തിൽ നട്ടം തിരിയുന്ന ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനി കൂടുതൽ പ്രതിസന്ധികളിൽ അകപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിന് തീരുവ ഏർപ്പെടുത്തിയത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടി. ഇതിനിടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്കൺതോർപ്പിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് വേണ്ട അസംസ്കൃത സാധനങ്ങൾ തീർന്നു പോകുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ അറ്റകൈ പ്രയോഗമെന്ന നിലയിൽ ചൈനീസ് ഉടമസ്ഥതയിലുള്ള കമ്പനി ദേശസാൽക്കരിക്കുവാൻ ബ്രിട്ടീഷ് സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. അടിയന്തരമായി ചേർന്ന പാർലമെന്റ് യോഗത്തിൽ നിയമം പാസാക്കി ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാനുള്ള നടപടികളാണ് സർക്കാർ നടത്തിയത്. കമ്പനിയെ കരകയറ്റുവാൻ സർക്കാർ എടുത്ത നടപടികൾ ഫലപ്രാപ്തിയിൽ എത്തിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നെറ്റ്വർക്ക് റെയിലിനായി ട്രെയിൻ ട്രാക്കുകൾ വിതരണം ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് സ്റ്റീൽ 500 മില്യൺ പൗണ്ട് വിലമതിക്കുന്ന 5 വർഷത്തെ കരാർ നേടിയതാണ് ഇതിന് അടിസ്ഥാനം. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് കമ്പനി 3,37,000 ടണ്ണിലധികം ട്രാക്ക് നിർമ്മിക്കും. പുതിയ കരാർ UK തൊഴിലാളികളും ബ്രിട്ടീഷ് വ്യവസായത്തിലും വലിയ ആശ്വാസം പകരുന്നതാണെന്ന് ബ്രിട്ടീഷ് സ്റ്റീൽ പറഞ്ഞു. യുകെയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന വിസ നൽകുന്ന സമീപനത്തിൽ രാജ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളെ തിരിച്ചെടുക്കുന്നത് പോലുള്ള വിഷയങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ യുകെയുമായി എത്രത്തോളം സഹകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് വിസകൾ നൽകുവാൻ കഴിയുമോ എന്നത് പരിഗണിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ് ചാനലിലൂടെ അനധികൃത കുടിയേറ്റം കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് പുതിയ നയമാറ്റത്തെക്കുറിച്ചുള്ള സാധ്യതകൾ പ്രധാനമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ക്രോസിംഗുകൾ കുറയ്ക്കുന്നതിന് കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ സമ്മതിച്ചതായി നമ്പർ 10 വക്താവ് പറഞ്ഞു. ജൂലൈയിൽ പ്രസിഡന്റ് യുകെയിൽ സന്ദർശന വേളയിൽ കുടിയേറ്റം അവരുടെ മീറ്റിംഗുകളുടെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരിക്കണമെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചതായി ഡൗണിംഗ് സ്ട്രീറ്റ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞയാഴ്ച 1500-ലധികം കുടിയേറ്റക്കാർ ചെറിയ ബോട്ടുകളിൽ ചാനൽ കടന്നതായി ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നിരുന്നു. ഇതും കൂടി കൂട്ടുമ്പോൾ വർഷത്തിലെ ആകെ കുടിയേറ്റം ഇതുവരെ 16,000-ലെത്തി. ഇത് കഴിഞ്ഞ വർഷത്തെ അതേ സമയത്തേക്കാൾ 42% കൂടുതലാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. US സന്ദർശിക്കുവാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 രാജ്യങ്ങളുടെ ഉച്ചകോടിക്കായി കാനഡയിലെത്തിയ മോദിയോട് അവിടുത്തെ സന്ദർശനത്തിനു ശേഷം US-ലേക്ക് വരാനായിരുന്നു ട്രംപ് ക്ഷണിച്ചത്. ഇരു നേതാക്കളും 35 മിനിറ്റ് നേരം ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഈ ഫോൺ കോളിലായിരുന്നു US സന്ദർശിക്കുവാൻ ട്രംപ് മോദിയെ ക്ഷണിച്ചതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. എന്നാൽ ക്ഷണം നിരസിച്ച മോദി ക്രൊയേഷ്യയിലേക്ക് തിരിച്ചു. കാനഡയിൽ നിന്ന് ക്രൊയേഷ്യയിലേക്കുള്ള യാത്ര മോദി നേരത്തെ തീരുമാനിച്ചതായിരുന്നു. ഇതേ തുടർന്നാണ് ട്രംപിന്റെ ക്ഷണം അദ്ദേഹം നിരസിച്ചത്. സമീപ ഭാവിയിൽ തന്നെ കൂടിക്കാഴ്ച നടത്തണമെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചു. അതിനിടെ ക്വാഡ് രാജ്യങ്ങളുടെ അടുത്ത യോഗത്തിൽ പങ്കെടുക്കുവാനായി മോദി ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച ട്രംപ് ഇന്ത്യയിലെത്തുവാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്തോനേഷ്യൻ നഗരമായ ബാലിയിൽ എയർ ഇന്ത്യ വിമാനം അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് തിരിച്ചു പറന്നു. ഇന്ന് ന്യൂഡൽഹിയിൽ നിന്ന് ബാലിയിലേക്ക് പുറപ്പെട്ട AI-2145 വിമാനമാണ് വിമാനത്താവളത്തിന് സമീപം അഗ്നിപർവ്വത സ്ഫോടനമാണെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ പറന്നത്. വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. യാത്രക്കാരെല്ലാം വിമാനത്തിൽ നിന്നും പുറത്തിറക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് മറ്റു പല എയർലൈൻ കമ്പനികളുടെയും ബാലി വിമാന സർവീസുകൾ റദ്ദാക്കിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതല്ലെന്ന് ഹൈക്കോടതി. തങ്ങളുടെ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശുചിമുറികളായി ഉപയോഗിക്കുന്നതിനെതിരെ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് CS ജയ്സിന്റെ ഇടക്കാല ഉത്തരവ്. പൊതുജനങ്ങൾക്ക് പമ്പിലെ ശുചിമുറി ഉപയോഗിക്കുവാനായി തുറന്നു നൽകണമെന്ന് ഉടമകളെ നിർബന്ധിക്കരുതെന്ന് സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും കോടതി നിർദ്ദേശം നൽകി. പമ്പുകളിൽ പെട്രോളും ഡീസലും അടിക്കുവാൻ എത്തുന്നവർക്ക് അടിയന്തര സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതിനാണ് ശുചിമുറിയെന്ന് ഹർജിക്കാർ വാദിച്ചു. എന്നാൽ അത് പൊതു ശുചിമുറിയാക്കണമെന്നാണ് സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റു ചില തദ്ദേശ സ്ഥാപനങ്ങളും ആവശ്യപ്പെടുന്നത്.
ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താക്കിയ കൊച്ചി ടസ്കേഴ്സ് കേരള ടീമിന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് 538 കോടി രൂപ നൽകണമെന്ന ആർബിട്രൽ ട്രൈബ്യൂണലിന്റെ വിധി ശരിവെച്ച് മുംബൈ ഹൈക്കോടതി. BCCI നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ വിധി. ഒരു സീസൺ കളിച്ച ടസ്കേഴ്സിനെ കരാർ ലംഘനം ആരോപിച്ചാണ് 2011 BCCI IPL നിന്നും പുറത്താക്കിയത്. BCCI നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ വിധി. ഒരു സീസൺ കളിച്ച ടസ്കേഴ്സിനെ കരാർ ലംഘനം ആരോപിച്ചാണ് 2011 BCCI IPL നിന്ന് പുറത്താക്കിയത്. നഷ്ടപരിഹാരം വേണ്ടെന്നും IPL കളിക്കാൻ അവസരം അനുവദിക്കണമെന്നുള്ള ടസ്കേഴ്സിന്റെ ആവശ്യം BCCI തള്ളിയതിന് പിന്നാലെയാണ് വിഷയം തർക്കപരിഹാര കോടതിയിലെത്തിയത്. നഷ്ടപരിഹാരം നൽകുന്നതിനെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ BCCIക്ക് വിവിധ കോടതികളിൽ നിന്നേറ്റ കനത്ത തിരിച്ചടികളുടെ തുടർച്ചയാണ് ഈ വിധിയും. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.36 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.